നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ വഴിയും ഈ യാത്രയൊക്കെ ഞാൻ എത്രയോ സ്വപ്നം കണ്ടാണെന്നറിയോ? ഈ ലോകത്തിന്റെ എത്രയോ ഭാഗത്ത് എത്രയോ വഴികളിൽ എന്നെയും കൊണ്ട് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ടെന്നറിയോ? നമുക്ക് മുറിയിലേക്ക് പോവാം. വേണ്ട മുത്തശ്ശി, മുത്തശ്ശി പോയിക്കോ. സാരമില്ല, എന്റെ പ്രിയപ്പെട്ട മോളല്ലേ, മുത്തശ്ശി കൂടെ ഇരിക്കും. വാ വാ. ഹലോ ഹലോ, ഞാനാ മുത്തശ്ശി പ്രിയങ്ക. എന്താ മോളെ വിശേഷം? അവളെ കൊണ്ട് നിനക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ബുദ്ധിമുട്ടില്ലാതെ പിന്നെ ചേച്ചി ഇവിടെ നിൽക്കുന്നതിനപ്പുറം എനിക്ക് എന്ത് ബുദ്ധിമുട്ടാ വേറെ? വഴക്കിട്ടിട്ടായാലും അവളെ കൊണ്ടുവരണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. അപ്പോഴേക്കും നിന്റെ അച്ഛൻ തീരുമാനം എടുത്തത് കണ്ടില്ലേ? പിന്നെ അതിനു മേലെ ഒച്ച വെച്ചാല് കണിമംഗലത്തുള്ളവർക്ക് എന്താ തോന്നുക? നീ നന്നായിട്ടല്ലേ വരുണിനോട് പെരുമാറുന്നേ? അതെ മുത്തശ്ശി, എല്ലാം മറന്ന് വരുണിനെ സ്നേഹിക്കാൻ തന്നെ എന്റെ തീരുമാനം. പക്ഷെ ഞാൻ പറയുന്നതൊന്നും വരുൺ ശ്രദ്ധിക്കുന്നതേയില്ല. വരുണിന്റെ ശ്രദ്ധ മുഴുവൻ ചേച്ചിയില്ല. ആരൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായാലും നീ നിയമപരമായി വരുണിന്റെ ഭാര്യ. വരുണിനെ സ്നേഹിക്കാനുള്ള അവകാശം നിനക്കേ ഉള്ളൂ. കഴുത്തില് താലി കെട്ടിയതിന്റെ ബലത്തില് വരുണിനെ വശത്താക്കാൻ അവള് ശ്രമിച്ചെന്നിരിക്കും. സൂക്ഷിക്കണം. അത് മുത്തശ്ശി പേടിക്കണ്ട. അങ്ങനെ എന്തെങ്കിലും തീരുമാനം ചേച്ചിയുടെ ഭാഗത്തുനിന്നുണ്ടായ അധികം വൈകാതെ നിങ്ങളെ ഞാൻ കണിമംഗലത്തേക്ക് വിളിപ്പിക്കും. രാധിക ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ ചത്ത് കിടക്കുന്നത് കാണാൻ. ആ, ഇതാ വേണ്ടത്. ഇങ്ങനെ നീ ധൈര്യത്തോടെ നിന്നാല് വരുണിനായാലും രാധികയ്ക്കായാലും നിന്നെ ദ്രോഹിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുണിന്റെ മനസ്സിൽ മാത്രമല്ല, എല്ലാവരുടെയും മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ പറ്റാത്ത വിധത്തില് കേറി പറ്റിയിരിക്കണം നീ. അത് ഞാൻ ചെയ്യും മുത്തശ്ശി. തൽക്കാലം ചേച്ചിക്ക് ഇവിടെ ഒരു വേലക്കാരിയുടെ സ്ഥാനമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ആ, എന്റെ ആഗ്രഹങ്ങൾ നടപ്പാക്കാൻ എനിക്ക് വേണ്ടി പണിയെടുക്കുന്ന, എനിക്ക് വേണ്ടി തലയാട്ടുന്ന ഒരു വേലക്കാരി. ആ, പറ്റുമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. ഇവിടെ ഇറക്കി വിടാൻ ഞാൻ പല തവണ ശ്രമിച്ചതാ, പരാജയപ്പെട്ടു. കണിമംഗലത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ട് അവൾ അവിടുന്ന് ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോട്ടെ. ഇപ്പോ നാട് മുഴുവൻ അവൾക്ക് സംരക്ഷകരുണ്ടല്ലോ. ഞാൻ നോക്കാം മുത്തശ്ശി. വരുണിന്റെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും മാർഗം മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? വല്ല പൂജയോ പ്രതിവിധിയോ? ഞാനൊന്ന് നോക്കട്ടെ മോളെ. കടുത്ത കർമ്മങ്ങൾ ചിലത് ചെയ്താൽ ചില കാര്യങ്ങൾ മറന്നു പോകാൻ വരെ അത് കാരണമാകുമെന്നാ പറയുന്നേ. മുത്തശ്ശി ഒരാളെ ഒന്ന് കാണട്ടെ. ചേച്ചി വരുണിനെയും തമ്മിൽ അകറ്റിയാൽ മാത്രം പോരാ, അവരെ പരസ്പരം ശത്രുക്കളാക്കണം. നീ ധൈര്യമായിട്ടിരിക്കേ, മുത്തശ്ശി ഏറ്റു. ആ, പിന്നെ ഒരു കാര്യം, മുത്തശ്ശിയോട് പറയാതെയോ അനുവാദം വാങ്ങിക്കാതെയോ ഇനി ഒരു കാര്യം ചെയ്തു പോകരുത് നീ. ഇല്ല മുത്തശ്ശി, ഞാൻ കൂടെ കൂടെ വിളിച്ചോളാം. ഞാൻ ഫോൺ വെക്കട്ടെ. അവളും അവനും അകലണം. ശത്രുക്കളെ പോലെ പരസ്പരം കൊത്തി കീറണം. രാധിക, ഞാനിവിടേക്ക് മ്യൂസിക് സ്കൂളിലേക്ക് ഞാൻ കൊണ്ടുവിടാം.
താങ്കരിക്കും. വേണ്ട. എടോ, എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ കാത്തു നിന്നത്. എന്ത് സംസാരിക്കാനാ? നമ്മൾ തമ്മിൽ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല. എനിക്ക് പോണം. ഏയ്, നോക്ക്, പോവാണെങ്കിൽ നമ്മൾ ഒരുമിച്ച്. വഴിന്ന് മാറ്, ആരെങ്കിലും കണ്ടാലോ? ആ, കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാറിൽ കയറാൻ പറഞ്ഞത്. കേറ്. വിട്. ദേ, താൻ ഈ വണ്ടിയിൽ കയറുന്നില്ലെങ്കിൽ ഞാൻ ഇതുപോലെ മ്യൂസിക് സ്കൂൾ വരെ പിന്നാലെ വരും. ആ, എനിക്ക് സംസാരിക്കാൻ തോന്നുന്നൊക്കെ ഞാൻ സംസാരിക്കും. കൈ പിടിക്കാൻ തോന്നിയാൽ കൈ പിടിക്കുകയും ചെയ്യും. എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? എല്ലാരും കൂടി എന്നെയല്ലേ ദ്രോഹിക്കുന്നേ? കേറുന്നോ അതാ ഞാൻ പിടിച്ചു കയറണോ? വേണ്ട. ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തനിക്ക് എന്നോട് സംസാരിക്കാനുണ്ട്. എടോ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാടോ. ഒന്ന് കേറടി പെണ്ണെ. അല്ല, ഞാൻ കേറങ്ങോട്ട്. കേറ്. ആ, ബെൽറ്റ് ഇട്ടോ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇട്ട് തരാം. വേണ്ട വേണ്ട വേണ്ട. പോ. അതെ, കാറിൽ വെച്ച ആളുകൾ പിടിച്ച് തിന്നുന്ന ശീലമൊന്നും എനിക്കില്ല. ആ ഡോറിനോട് ചേർന്നിരിക്കണ്ട, ഒന്ന് ഫ്രീ ആയിട്ടിരിക്കും. ഈ വഴിയും ഈ യാത്രയൊക്കെ ഞാൻ എത്രയോ സ്വപ്നം കണ്ടാണെന്നറിയോ? ഈ ലോകത്തിന്റെ എത്രയോ ഭാഗത്ത് എത്രയോ വഴികളില്ല എന്നെയും കൊണ്ട് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ടെന്നറിയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.